രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗർഭം അലസിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് നിയമോപദേശം തേടുന്നത്. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ പരാതിയിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് പോലീസിന്റെ നിലപാട്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ഇന്നലെയാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന അഭിഭാഷകൻ ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്ത് വന്നത്. കുട്ടിയുടെ അവകാശം സംരക്ഷിക്കണം. പക്ഷേ അതൊരു നിയമപരമായ ഒരു പരാതിയായിട്ട് ഇതുവരെ ഇതിനിരയായ പെൺകുട്ടിയോ യുവതിയോ മുന്നോട്ട് വയ്ക്കാത്തിടത്തോളം എങ്ങനെ പോലീസ് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് പോലീസ് ആ നടപടികൾ സ്വീകരിക്കുന്നത്? അങ്ങനെ സ്വയമേവ പോലീസിന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ടോ ഈ ആരോപണത്തിൽ? ദിവിഷ്, ഈ പരാതിയിൽ ഒരുപാട് അവ്യക്തതകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചൊരു യൂട്യൂബ് ലിങ്കാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആ പരാതി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ആണ് ആ മറുഭാഗത്ത് സംസാരിക്കുന്നതെന്ന് ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ മറുവശത്തുള്ളത് ആര് എന്നത് ആ പരാതിയിലൂടെ വ്യക്തമാകുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമ നടപടി സാധ്യമാണോ എന്നത് ആ നിയമപരമായ ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടാനായി എറണാകുളം സെൻട്രൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ തുടർ നടപടികളിലേക്ക് പോകുക. എന്തായാലും പോലീസിന് മാത്രമല്ല, ബാലാവകാശ കമ്മീഷനും സമാനമായ ആ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഭ്രൂണം ഉണ്ടായിട്ടുണ്ട്, ആ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ആ ഓഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ഗർഭം അലസിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുക എന്നത് വലിയ ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ നിയമപ്രകാരം അത് വലിയ രീതിയിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം. ആ കുഞ്ഞ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ ഗർഭം അലസിപ്പിച്ചോ, ആ കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ എന്ത്, ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. എന്തായാലും ഒരു സങ്കീർണമായ ഒരു പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരു കുട്ടിയുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടണം എന്നതൊക്കെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യത കൂടിയാണ് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ. പക്ഷേ ഇതിങ്ങനെ ആകാശത്ത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് പോലെയുള്ള ശബ്ദ സന്ദേശങ്ങളോ ശബ്ദത്തിലൂടെയുള്ള ആരോപണങ്ങൾ മാത്രമാണ്. പ്രത്യക്ഷത്തിൽ പോലീസിന്റെ ഭാഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഇങ്ങനൊരു പരാതി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഇടപെടൽ സാധ്യമാവുക? മറ്റേതെങ്കിലും വിധത്തിൽ സർക്കാരിൻ്റെയോ ഒക്കെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ടോ? പോലീസിന് വേഗത്തിൽ തന്നെ ഒരു നടപടിയിലേക്ക് പോകണം എന്നൊരു സ്ഥിതിവിശേഷമുണ്ടോ ഇപ്പോൾ? ദിവിഷ്, എന്തായാലും ഈ പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് കൊച്ചി സിറ്റി പോലീസ് എത്തും. കാരണം ഇത് വൈകിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് സംബന്ധിച്ച് അഭിഭാഷകനാണ് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ തുടർ നിയമ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും അവരും ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ടുപേർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ രണ്ടുപേർ തമ്മിൽ ഈ പരാതിയുടെ കാര്യത്തിൽ ഐക്യപ്പെട്ടാലും അവർക്ക് പരാതി ഇല്ല എങ്കിൽ പോലും ഇതിൽ സ്വമേധയാ മുന്നോട്ട് പോകാനുള്ള ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ എത്തിയാൽ പോലും ആ കുട്ടിക്കൊരു അവകാശമുണ്ട്. അതൊരു ഭ്രൂണമാണെങ്കിൽ ആ ഭ്രൂണത്തിനൊരു അവകാശമുണ്ട്. ആ അവകാശം മുൻനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നതാണ് ഈ പരാതിക്കാരനും ആ പരാതിക്കാരന് നിയമോപദേശം നൽകിയവരുമൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് അവരും തുടർ നിയമ നടപടികളൊക്കെ തന്നെ ആലോചിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഗർഭഛിദ്രം നടത്തി എന്ന വിഷയത്തിൽ എന്ത് നടപടി സാധ്യമാകുമെന്നതിന് പോലീസ് നിയമോപദേശം തേടുകയാണ്.